കാർത്തികിനെന്താ വിഷമമുണ്ടോ ഇവിടുന്ന് പോകുന്നതില്? വിഷമമുണ്ട്. ഇതുവരെ വീട് വിട്ട് ഏറിയ 2-3 ദിവസം. അതിനപ്പുറം മാറി നിന്നിട്ടില്ല. അതുകൊണ്ടൊരു പ്രയാസം. അതൊന്നും സാരമില്ല, ഞാൻ കൂടെ ഇല്ലേ, പിന്നെന്താ? കാർത്തിക്, അമ്മയും പെങ്ങളെയും എപ്പോ വേണമെങ്കിലും വന്ന് കാണാം. എന്താ ആവശ്യമുണ്ടെങ്കിലും അത് നടത്തി കൊടുക്കാം. അതുപോരെ? മതി. എന്നാ പോവാൻ നോക്കാം നമുക്ക്. ഇതെന്തു പറ്റി? വിഷം കഴിച്ചതാ? പേടിക്കണ്ട, പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാം. എടുക്ക. പൊള്ളുന്നുണ്ട്, നല്ല പനിയുണ്ട്. നീ എണീക്ക്, റെഡിയാവ്, ഹോസ്പിറ്റലിലേക്ക് പോവാം. വേണ്ട, ഞാൻ പാരസെറ്റമോൾ കഴിച്ചു, ഇപ്പൊ മാറിക്കോളൂ. പേടിച്ച് പനി പിടിച്ചതല്ലേ, മാറാൻ ഒരുപാട് സമയമെടുക്കും. പേടിച്ച് പനിച്ചു എന്നൊന്നും പറയല അനന്തു, നാണക്കേടാ. പനി കുറയില്ലാന്ന് തോന്നിയ ഹോസ്പിറ്റലിൽ പോവാം, അതാ നല്ലത്. കുറച്ചു നേരവും കൂടി നോക്കാം. ശരി. അല്ല, കവിതയ്ക്ക് പനിയല്ലേ, കാണാൻ വന്നതാ. നിനക്ക് പ്രേതത്തിലെ യക്ഷിയിലൊക്കെ വിശ്വാസമുണ്ടോ? ഇല്ല. പിന്നെ നിനക്ക് എങ്ങനെയാ പനി പിടിച്ചത്? മനുഷ്യരായ പനിയും ജലദോഷമൊക്കെ വരും, എന്നിട്ട് എനിക്ക് വരാറില്ലല്ലോ. ഞാൻ മനുഷ്യരുടെ കാര്യമോ പറഞ്ഞത്. ഞാൻ യക്ഷികളുടെ കാര്യ പറയുന്നത്. ഒരു യക്ഷിക്ക് വേറൊരു യക്ഷിയെ കാണാൻ പറ്റുമോ? പറ്റുമെങ്കിൽ നീ കണ്ടത് യക്ഷിയെ തന്നെ ആയിരിക്കും. നീ ഒന്ന് പോയേ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. പേടിച്ചിട്ട് പനി പിടിക്കുന്നതേ ദോഷ സമയത്താ. പനി വന്ന അതിന്റെ അർത്ഥം മരിച്ച ആത്മാവ് ഗതികിട്ടാതെ നടക്കുവാണെന്നും നിന്റെ ദേഹത്ത് കയറിക്കൂടിയെന്നോ. ഒന്ന് പോടി, അതൊക്കെ ചുമ്മാ പറഞ്ഞുണ്ടാക്കുന്നതാ. ബാലാമണി മരിച്ചിട്ടുണ്ടെങ്കിൽ നീ കണ്ടത് ബാലാമണിയുടെ പ്രേതത്തെയാണെങ്കിൽ കവിതേ, ഇനി അത് നിന്നെ വിട്ടു പോവില്ല. ഇന്ന് മുതല് ഗംഗയും നാഗവല്യം പോലെ ആയിരിക്കും നീയും ബാലാമണിയും. വിടമാട്ടേന്ന് ചോദിച്ച് നീ ഇതിലേക്ക് ഓടി നടക്കും. അവസാനം വെള്ളം വെള്ളം എന്നൊക്കെ പറഞ്ഞ് ചാടി ചാടി ഏതെങ്കിലും പൊട്ടക്കിണറ്റി വീണ് നീ ചാവും. മോനെ, ഓ, ഞാനുണ്ടാക്കിയ ചായ കുടിക്കോ? ആരുണ്ടാക്കിയാലും തേയിലയും പഞ്ചസാരയൊക്കെ തന്നെയല്ലേ ഉപയോഗിക്കുന്നത്. അതല്ല, ഞാൻ പാവപ്പെട്ട ഒരു മീൻകാരി ആയതുകൊണ്ടാ. എല്ലാ തൊഴിലിനും അതിൻ്റെതായ മാന്യതയുണ്ട്, അത് സ്വയം തിരിച്ചറിയണോ ആദ്യം. ഇവിടെ വരുമ്പോ അഴകത്തമ്മ ഒഴിച്ച് ബാക്കി എല്ലാവരും എന്നെ വെറുപ്പോടെ നോക്കാറുള്ളൂ. അതുകൊണ്ടാ. നിങ്ങൾ ആരാ? എന്റെ അമ്മയ്ക്ക് ഇത്രയും ഇഷ്ടപ്പെടാൻ മാത്രം നിങ്ങൾ ആരാ? ഞാനൊരു സാധാരണക്കാരിയാ. മോന്റെ അമ്മയ്ക്ക് പാവങ്ങളുടെ മനസ്സ് കാണാനുള്ള കഴിവുണ്ട്, അല്ലാതെ ഞാൻ ആരുമായിട്ടല്ല. ചായ നന്നായിട്ടുണ്ട്. അമ്മയുടെ മനസ്സ് വെച്ച് മക്കൾക്ക് എന്തു കൊടുത്താലും അതിൽ വാത്സല്യം കൂടി ചാലിച്ചിടും. അതുകൊണ്ടാ. എന്താ ഇവിടെ അരവിന്ദേട്ടൻ എന്തിനാ ഇവരോട് സംസാരിക്കുന്നേ? ഒന്ന് വെറുതെ ഇരിക്കുവോ അച്ഛേ, വായിൽ നാക്ക് കിടക്കട്ടെ. അയ്യോ, ഇതാരാ അരവിന്ദേട്ടന്റെ ചായ ഇട്ട് തന്നെ? ദേ, ഞാനാ. എന്നിട്ട് അരവിന്ദേട്ടൻ അത് കുടിച്ചോ? പിന്നല്ലാതെ.
നല്ല ചായ. അയ്യോ, ഈ അരവിന്ദേട്ടൻ ഇങ്ങനെ ആയി പോയല്ലോ. ഒരു മീൻകാരിയുടെ കയ്യിൽ നിന്നൊക്കെ ചായ മേടിച്ചു കുടിക്കാൻ ലജ്ജയില്ലേ? ഡേ, ഞാൻ സദാസമയം കൈ മീൻ കൊണ്ട് നടക്കല്ല. ദേ നോക്കിയ മണം ഉണ്ടോന്ന്. തൊട്ടു പോരുത്. അരവിന്ദേട്ടാ, ആ ചായ ഇങ്ങ് തന്നെ. ഞാൻ വേറെ ചായ ഇട്ട് തരാം. വേണ്ട, ഇതെന്തായാലും ഞാൻ കുടിച്ചു പോയില്ലേ, ഇനി ഇത് മതി. ദേ, ഒന്ന് നിന്നേ. അവിടെ നിൽക്കേ, ഇങ്ങ് വാ. ദേ, മേലിൽ ഇവിടെ വന്ന അടുക്കളയിൽ എങ്ങാനും കേറി പോയാ. മോനെ, ആ നിനക്ക് ദേ ഇവളെ അങ്ങ് ഉപേക്ഷിക്കാവോ? എന്താ? വേറെ നല്ല കിളി പോലത്തെ പെണ്ണിനെ ഞാൻ നിനക്ക് കെട്ടിച്ചു ആണോ? തള്ളേ, നിങ്ങളെ ഞാൻ അമ്മേ, അമ്മേ, പ്രൊഫസർ എത്തിയിട്ടുണ്ട്. എന്നെ ഇങ്ങോട്ട് വിളിച്ചു. എത്രയും പെട്ടെന്ന് ബാലാമണിയും കൊണ്ട് അങ്ങോട്ട് പോണം. ഉച്ച കഴിഞ്ഞു പോയാ പോരെടാ. അതുവരെ ഇവളിവിടെ നിൽക്കട്ടെ. ഏയ്, അത് റിസ്ക് അമ്മേ. ഒരു 10 മണി കഴിഞ്ഞിട്ട് ഇറങ്ങാം. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഇറങ്ങിയാ അത്രയും സമാധാനമല്ലേ. ആ സമയത്താണെങ്കിൽ ഏടത്തി മാത്രമേ ഇവിടെ ഉണ്ടാവൂ. ഒരാളെ മറക്കുന്ന പോലെയല്ല എല്ലാവരെയും മറക്കുന്നത്. ബാലാമണി, അമ്മേ, ഞാൻ പോയാ പിന്നെ അമ്മ എന്നെ കാണാൻ വരുമോ? കൊള്ളാം, ഞാൻ വരാതിരിക്കോ? എനിക്ക് കാണണ്ടേ നിന്നെ? കുറച്ചു കഴിയുമ്പോ കാണാൻ ഒരാൾ കൂടി ആവില്ലേ? അമ്മയ്ക്ക് എങ്ങനെ വരാതിരിക്കാൻ പറ്റുക? കവിതേ, നീ അന്ധവിശ്വാസിയാണോ? അല്ല, ഞാൻ ദൈവവിശ്വാസി പോലും അല്ല. പക്ഷേ എന്തു പക്ഷേ? പേടിച്ചു പനിക്കാൻ മാത്രം ഇത്രയ്ക്ക് കരളുറപ്പേ ഉള്ളൂ നിനക്ക്? ഇത് കരളുറപ്പിന്റെ പ്രശ്നമൊന്നും അല്ല സോളമ. എത്ര ധൈര്യശാലിയായാലും സെമിത്തേരിയിൽ പോയി കിടക്കാൻ പറഞ്ഞ ഒന്ന് ഞെട്ടും. ഇതും അത്രേ ഉള്ളൂ. പെട്ടെന്നൊരു കറുത്ത രൂപം. പാതിയുറക്കത്തിൽ നിന്ന് എഴുന്നേറ്റതല്ലേ, വല്ല കള്ളന്മാരും ആയിരിക്കുമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാൻ പേടിച്ചില്ല. പക്ഷേ ബാലാമണിയുടെ മുഖം കണ്ടപ്പോ ഞെട്ടിപ്പോയി ഞാൻ. ആരായാലും ആ സമയത്ത് മരിച്ച ഒരാളെ നേരിട്ട് കണ്ടാ ഞെട്ടിപ്പോവും. മരിച്ച ആളെ കണ്ടാലല്ലേ? ഇതങ്ങനെ അല്ലെങ്കിലോ? നീ ശരിക്ക് കണ്ടോ അവളുടെ മുഖം? കണ്ടു. വിളറി വെളുത്ത് കണ്ണുകൾ തുറപ്പിച്ചു നോക്കി ഒരു സ്പിരിച്വൽ ഫീലിംഗ്. കണ്ടത് സത്യമാണെങ്കിൽ അത് ഭൂതവും പ്രേതവും പിശാചൊന്നുമല്ല. കവിതേ, ഷീ സ്റ്റിൽ അലൈവ്. ബാലാമണി ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. സത്യം? സത്യം. ബാലാമണി മരിച്ചിട്ടില്ല. ആരെങ്കിലും അവളെ നിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയതാവണം, നിന്നെ പേടിപ്പിക്കാൻ. അവരുടെ ഉദ്ദേശം കൃത്യമായിട്ട് നടക്കുകയും ചെയ്തു. നീ പേടിച്ചു. ആ പാതിരാത്രി സമയത്ത് അവൾ എങ്ങനെയാ സോളമ അഴകത്ത്? ഞാൻ പറഞ്ഞില്ലേ, എല്ലാം പ്രീ പ്ലാൻഡാ. അങ്ങനെയാണെങ്കിൽ ബാലാമണി അവിടെയുണ്ട്, നിന്റെ വീട്ടിൽ. അഴകത്ത് വീടിന്റെ അകത്തളങ്ങളിൽ എവിടെയോ ഒളിച്ചിരിക്കുന്നു കൊല ചെയ്യപ്പെട്ടുവെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ബാലാമണി. എന്താ, വിശ്വാസം വരുന്നില്ലേ? ഇല്ല, അവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കാൻ മാത്രം ധൈര്യം ആരും കാണിക്കില്ല. ആ വീടിന്റെ മുക്കിലും മൂലയിലും മൈഥിലിയുടെ കണ്ണു ചെല്ലും. അവളെ ഒളിക്കാൻ ആർക്കും കഴിയില്ല.
മൈഥിലി അറിഞ്ഞുകൊണ്ടാണെങ്കിലോ? കള്ളി അവള്. രഹസ്യങ്ങൾ ഒളിപ്പിക്കാൻ മിടുക്കുള്ള ഒന്നാം തരം കള്ളി. ഇനി ഇവിടുന്നൊന്നിറങ്ങി കാറി കയറി കിട്ടിയാ മതി. അനന്ത് രാവിലെ പോയി. കവിതയും പോകുന്നത് കണ്ടു. അരവിന്ദൻ പക്ഷെ പോയില്ലാന്ന് തോന്നുന്നു. പൂമുഖത്ത് ആരെങ്കിലും ഉണ്ടോന്ന് ഞാനൊന്ന് നോക്കിയിട്ട് വരാം. അല്ല അതെ, കറുത്ത ഉടുപ്പിട്ട ഒരാൾ അവിടെ നിന്നല്ലോ. ആളോ? ആ, ഒന്ന് പോ പെണ്ണേ. നീ വാതിൽക്ക് വന്ന് നിൽക്കുന്ന എന്തിനാ? അല്ല, ഞാൻ ഇപ്പൊ ഒരാളെ കണ്ടതാ. കണ്ട കാര്യം ഞാൻ എവിടെയും പറയും. നീ ആരെയും കണ്ടില്ല. കണ്ടു. അല്ലെങ്കിൽ അമ്മ ഈ മുറി ഒന്ന് തുറന്നേ. ദേ, എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ പോയേ. പോടി. ആഹാ, അത് ശരി. അപ്പൊ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടത് കള്ളമാണെന്നല്ലേ? ആഹാ, ശരിയാക്കി തരാം. ഓ നശിച്ച പെണ്ണ് വാതിൽക്കലുണ്ടായിരുന്നു. പർദ്ദയിട്ട് നിൽക്കുന്നത് കണ്ടു അവള്. ചിലപ്പോ അരവിന്ദനെയും വിളിച്ചോണ്ട് വരും. മോള് ബാത്റൂമിലേക്ക് കയറുക. ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്ക്. അമ്മയുടെ മുറിയിൽ ഒരു പെണ്ണാണെന്ന് തോന്നുന്നു. പർദ്ദ പോലെ കറുത്ത ഡ്രസ് ഇട്ട ഒരാളുണ്ട്. നീ ചുമ്മാ ഓരോന്ന് പറയല്ലേ മൈഥിലി. ഞാൻ സത്യമായിട്ട് പറയുന്നതാ. ഞാൻ ചോദിച്ചപ്പോ അമ്മ മുറി തുറക്കാൻ സമ്മതിക്കുന്നില്ല. അരവിന്ദൻ ഒന്ന് വന്നേ. ഏടത്തേക്ക് രഹസ്യം കണ്ടുപിടിക്കലാണോ പണി? വെറും തോന്നലാ വല്യേട്ടാ. ചിലപ്പോ ആ കാർത്തുകമ്മയായിരിക്കും കണ്ടത്. അവരൊന്നും അല്ല. അവര് മുണ്ടും ബ്ലൗസും അല്ലേ ഇടുന്നത്. ഇത് ഞാൻ നന്നായിട്ട് കണ്ടതാ. അരവിന്ദേട്ടൻ ഒന്ന് വന്നേ, ഞാൻ കാണിച്ചു തരാം. മൈഥിലി, വെറുതെ പറയുന്നതാണെങ്കിൽ ഇന്ന് നീ തല്ലു വാങ്ങിക്കും. ശരി, തല്ലിക്കോ. എന്തിനാ വല്യേട്ട വെറുതെ? ഇനിയിപ്പോ ഈ അല്ല, ഓരോ സംശയങ്ങളല്ലേ, തീർത്തു കൊടുത്തേക്കാം. വാ വാ, ഞാൻ കാണിച്ചു തരാം. ഇങ്ങ് വാ അരവിന്ദേട്ടാ, വേഗം വാ. ഞാൻ പറയുന്നതല്ലേ നിങ്ങൾക്ക് വിശ്വാസം ഇല്ലാതെ ഉള്ളൂ. വാ, കാണിച്ചു തരാം. വാ. അല്ല പിന്നെ കുറെ നാളായിട്ട് മനുഷ്യനെ പറ്റിക്കാൻ നോക്കുന്നു. ആഹാ, തുറക്കാൻ പറ. തുറക്ക്. അമ്മേ, അമ്മേ. ആ, കണ്ടോ, തുറക്കില്ല. അമ്മേ, 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 കഥ തുറക്ക്. തുറക്കില്ല അരവിന്ദേട്ടാ. തുറക്കും. ആ, തുറക്കും. അമ്മേ, 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 കഥ തുറക്കമ്മേ. അമ്മേ, അമ്മേ, കഥ തുറക്കാൻ. അമ്മേ, അമ്മേ. എന്താടാ? അല്ല, ഈ മുറിയിൽ ആരോ ഉണ്ടെന്ന് പറഞ്ഞ് ഇവള് ബഹളം വയ്ക്കുന്നു. എന്റെ മുറിയിൽ ആരെങ്കിലും ഉള്ളതിന് ഇവള് ബഹളം വയ്ക്കുന്ന എന്തിനാ? ഡീ, എവിടേക്ക് കയറി പോവാടി? അവിടെ എന്റെ മുറിയിൽ കയറരുതെന്ന് പറഞ്ഞിട്ടില്ലേ നിന്നോട്? ഇറങ്ങിപ്പോ. ഓ പിന്നെ അല്ല, ഇവിടെ ആരും ഇല്ലല്ലോ. നിനക്ക് എന്താടി വട്ടാണോ? ഞാനൊന്ന് നോക്കട്ടെ. ഞാൻ കണ്ടതാണല്ലോ. ഇവിടെയല്ലേ? കട്ടിലിന്റെ അടിയിൽ കയറിയിരിക്കുന്നതൊക്കെ നിന്റെ സ്വഭാവ. കണ്ടോ, തുറക്കുന്നില്ല. ഇതിനകത്ത് ആളുണ്ട്. തുറക്കാൻ തുറക്കുന്നില്ലാണ്ടോ? അയ്യോ, നോക്കരവിന്ദേട്ടാ, കണ്ടോ?
അത്രേ ഉള്ളൂ. എന്നടി മനുഷ്യന് കുളിമുറയിൽ സ്വയം തരില്ലേ? എന്ത് ചെയ്തോന്നാ? അല്ല, നിങ്ങൾ എന്തിനാ ഈ പർദ്ദ ഇട്ടിരിക്കുന്നേ? എനിക്കിഷ്ടമുള്ളത് ഞാനിടും. നീ എന്തിനാടി അതൊക്കെ അന്വേഷിക്കുന്നത്? ആ, ഇവിടെ വാടി. ആരാടി ഇവിടെ? ഇവരെ ആയിരിക്കും കണ്ടതല്ലേ? ഞാൻ പറഞ്ഞില്ല വലിയേട്ടാ, ഏടത്തേക്ക് എന്തോ കുഴപ്പമുണ്ട്. വെറുതെ സംശയ. മേലിൽ എന്റെ മുറിയിലേക്ക് ആവശ്യമില്ലാതെ ഒളിഞ്ഞു നോക്കിയാ ഈ വീട്ടിൽ നിറക്കി വിടും നിന്നെ ഞാൻ. ഞാൻ ശരിയാക്കി തരാം. മോളെ, ഇനി പെട്ടെന്ന് പൊയ്ക്കോ. നിങ്ങൾ വേഗം ഇറങ്ങിക്കോളൂ. അരവിന്ദിന് മൈഥിലി മുൻവശത്തേക്ക് വരാതെ ഞാൻ നോക്കിക്കോളാം. വേഗം റെഡിയാവാ. പോയിട്ട് വരാം അമ്മേ. ഇത് പിടിച്ചു. വാ, ഒന്ന് വേഗം. അമ്മേ, ഇതാ ദൈവം കൂടെ ഉണ്ടെന്ന് പറയണത്. ഒരു മിനിറ്റ് മാറിയിരുന്നെങ്കിലോ? കവിത വന്നത്. ഇവിടെ ആരാ ഉണ്ടായിരുന്നത്? അതല്ലേ ഞാൻ ഇത്ര നേരമായിട്ട് ആലോചിച്ചോണ്ടിരുന്നേ. ഈ വീട്ടിൽ ആരൊക്കെയോ ഉണ്ട്. ഇന്നലെ രാത്രി ഇവിടെ ആരോ ഒരാൾ ഉണ്ടായിരുന്നു അല്ലേ? ഇന്നലെ രാത്രി മാത്രമല്ല, ഇന്ന് രാവിലെ ഉണ്ടായിരുന്നു ആ മീൻകാരി. പക്ഷേ അവര് പർദ്ദയിട്ട് നടക്കുന്നത് എന്തിനാന്നാ എനിക്ക് മനസ്സിലാവാത്ത. പർദ്ദയോ? പർദ്ദയിട്ട് ആരെങ്കിലും നീ കണ്ടോ? അതല്ലടി ഞാനിപ്പോ പറഞ്ഞത്. പർദ്ദ ഇട്ടോണ്ടാ ആ മീൻകാരി പോയത്. പർദ്ദ? ബാലാമണി ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. അഴകത്ത് വീടിന്റെ അകത്തളങ്ങളിൽ എവിടെയോ ഒളിച്ചിരിക്കുന്നു. കൊല ചെയ്യപ്പെട്ടുവെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ബാലാമണി. പർദ്ദയിട്ട് നിന്നത് മീൻകാരി തന്നെയാണെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? അതെന്താ, എനിക്ക് ബുദ്ധിയും ബോധമൊന്നും ഇല്ലേ? ആളെ കണ്ടാ എനിക്ക് തിരിച്ചറിയാൻ പറ്റും. ആ സ്ത്രീ അല്ലാതെ വേറെ ആരെങ്കിലും ഇവിടെ ഉണ്ടായിരുന്നോ എന്നാ ഞാൻ ചോദിച്ചത്. എന്താ? മറ്റാരെങ്കിലും ഇവിടെ ഉണ്ടായിരുന്നോന്ന്. സത്യം പറ, നീ ആരെങ്കിലും ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിട്ടുണ്ടോ? ഞാനോ? എന്തിന്? പിന്നെന്തിനാ നീ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? അല്ല, അല്ലെങ്കിൽ തന്നെ നീ ചോദിക്കുന്നതിന് ഞാൻ ഉത്തരം പറയേണ്ട കാര്യമില്ലല്ലോ. എന്നാലും പറയാം. ആ മീൻകാരി അമ്മയും കൂടെ എന്നെ പറ്റിച്ചതാണോന്ന് എനിക്ക് സംശയമുണ്ട്.
മറ്റാരെയോ ആണ് പർദ്ദയിട്ട് ഞാൻ ആദ്യം കണ്ടത്.